ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവ്മാനി മലയാളത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. പ്രഭാസ്, അമിതാഭ് ബച്ചൻ എന്നിവരെല്ലാം പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുള്ള കൽക്കി 2898 AD എന്ന ചിത്രം കണ്ടതിന് ശേഷം എനിക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഈ ചിത്രവും മഹാഭാരതവുമായി കണക്ട് ചെയ്തിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും മഹാഭാരതത്തിൻ്റെ റെഫറൻസുകൾ ഈ ചിത്രത്തിൽ എങ്ങനെയെല്ലാമാണ് ഉപയോഗിച്ചിരിക്കുന്നതെന്നും ചിത്രത്തിൻ്റെ തുടർഭാഗങ്ങളിൽ വരാൻ ചാൻസ് ഉള്ള കാര്യങ്ങളും എല്ലാമാണ് ഈ വീഡിയോയിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യാനായി പോകുന്നത്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് രണ്ട് പ്രധാന കാര്യങ്ങൾ. ഒന്ന്, ഈ സിനിമ കണ്ടിട്ടുള്ളവർ മാത്രം തുടർന്നുള്ള വീഡിയോ കാണാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ഇനി പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് സ്പോയിലർ ആയിരിക്കും. രണ്ട്, സിനിമ തിയേറ്ററിൽ നിന്ന് ഒരു വട്ടം കണ്ടതിൻ്റെ ഓർമ്മ വെച്ചുകൊണ്ട് മാത്രമാണ് ഈ കാര്യങ്ങളെല്ലാം പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ചില കാര്യങ്ങളിൽ തെറ്റുപറ്റാനും ചാൻസ് ഉണ്ട്. സോ ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തുടർന്നുള്ള വീഡിയോ കാണാൻ ശ്രമിക്കുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് വരാം. ആദ്യം തന്നെ സിനിമയുടെ തുടക്കത്തിൽ വരുന്ന ശ്രീകൃഷ്ണൻ അശ്വത്ഥാമാവിന് ശാപം കൊടുക്കുന്നതിനെക്കുറിച്ചും പിന്നീട് വരുന്ന കൽക്കിയുടെ ജനനത്തെക്കുറിച്ചും ഈ കാര്യങ്ങളെല്ലാം ഒന്ന് വിശദീകരിക്കാം. അതായത്, ദ്രോണാചാര്യരുടെ മകനായിരുന്നു അശ്വത്ഥാമാവ്. കുരുക്ഷേത്ര യുദ്ധത്തിന്റെ 14ാമത്തെ ദിവസം ദ്രോണാചാര്യരും അശ്വത്ഥാമാവും പാണ്ഡവരുടെ പടയെ നിഷ്പ്രയാസം തോൽപ്പിച്ചുകൊണ്ട് മുന്നേറുകയാണ്. ഈ അവസരത്തിൽ ദ്രോണറെ ആയുധം കൈവശം വെച്ചിരിക്കുന്ന സമയത്ത് കൊല്ലാൻ സാധിക്കുകയില്ല എന്ന് മനസ്സിലാക്കുന്ന ശ്രീകൃഷ്ണൻ ഭീമനോട് അശ്വത്ഥാമാവ് എന്ന് പറയുന്ന ഒരു ആനയുണ്ട്, അതിനെ പോയി കൊല്ലാനും, അങ്ങനെ ഭീമൻ ആ ആനയെ കൊല്ലുകയും അതിലൂടെ അശ്വത്ഥാമാവ് മരിച്ചു എന്ന കാര്യം ഉറക്കെ പറയുകയും ഇത് കേട്ടുകൊണ്ട് ദ്രോണർ തൻ്റെ രഥത്തിൽ നിന്നും താഴേക്ക് ഇറങ്ങി വരികയും പിന്നീട് തൻ്റെ മകന് വേണ്ടി അശ്വത്ഥാമാവ് മരിച്ചു എന്ന് കരുതി ധ്യാനിക്കുകയും ഈ സമയം ദൃഷ്ടിദ്യുമ്നം വന്നുകൊണ്ട് ദ്രോണറെ കൊല്ലുകയുമാണ് ചെയ്യുന്നത്. ഇതിനുശേഷം ഇതിൽ കലിപൂണ്ട അശ്വത്ഥാമാവ്, ദ്രോണറുടെ മകനായിട്ടുള്ള അശ്വത്ഥാമാവ് വീണ്ടും തൻ്റെ സർവ്വശക്തിയും എടുത്തുകൊണ്ട് പാണ്ഡവരെ മുഴുവൻ നശിപ്പിക്കാൻ തുടങ്ങുകയും ഇങ്ങനെ കൊല്ലുന്നതിൻ്റെ ഇടയിൽ വെച്ച് അർജുനന്റെ മകനായിട്ടുള്ള അഭിമന്യുവിന്റെ ഭാര്യ ഉത്തരയെ കൊല്ലാൻ ശ്രമിക്കുകയും അതിലൂടെ ഉത്തരയുടെ വയറ്റിൽ കിടക്കുന്ന മകനെ കൊല്ലാൻ ശ്രമിക്കുകയും ഇങ്ങനെ ശ്രമിക്കുന്നതിന്റെ ഫലമായിട്ടാണ് ശ്രീകൃഷ്ണൻ വന്നുകൊണ്ട് ഒരു കുഞ്ഞിനെ കൊല്ലാൻ ശ്രമിച്ചു എന്ന പേരിൽ അശ്വത്ഥാമാവിനെ ശപിക്കുന്നതായി കാണിക്കുന്നത്. സോ ഓൾറെഡി അശ്വത്ഥാമാവ് ചിരഞ്ജീവിയായിരുന്നു, അദ്ദേഹത്തിന് മരണമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അശ്വത്ഥാമാവിനെ ശ്രീകൃഷ്ണൻ ശപിക്കുന്നത് ഇങ്ങനെയാണ്: ലോകാവസാനം വരെ തന്റെ ശരീരങ്ങൾ കീറിമുറിഞ്ഞ് പുണ്ണും വ്രണവുമൊക്കെയായി കീറിമുറിഞ്ഞ് രക്തമൊലിക്കട്ടെ എന്നും മരിക്കാനായി ഓരോ ദിവസവും പ്രാർത്ഥിക്കട്ടെ എന്നും, എന്നാൽ മരണമില്ലാതെ അവസാനം വരെ ഇങ്ങനെ തന്നെ ജീവിച്ചു പോകട്ടെ എന്നും. അതും പറഞ്ഞുകൊണ്ട് അശ്വത്ഥാമാവിന്റെ നെറ്റിയിലുള്ള ആ കല്ലെടുക്കുകയും അതിൽ നിന്ന് ഒരു മോക്ഷം എന്ന പോലെ താൻ വീണ്ടും 10ാമത്തെ അവതാരമായി കൽക്കിയായി പുനർജനിക്കുമെന്നും അന്ന് തന്നെ രക്ഷിക്കാനായി അശ്വത്ഥാമാവ് വരണമെന്നും അങ്ങനെ മോക്ഷം കിട്ടുമെന്നെല്ലാമാണ് പറയുന്നത്. സോ ഇങ്ങനെ ഒരു കുഞ്ഞിനെ കൊല്ലാനായി നോക്കിയത് കൊണ്ട് അതിന്റെ ഓപ്പോസിറ്റ് എന്ന വണ്ണമാണ് ഒരു കുഞ്ഞിനെ രക്ഷിക്കാനായിട്ട് അശ്വത്ഥാമാവ് തിരിച്ചു വരട്ടെ, അശ്വത്ഥാമാവിന്റെ ഈ ശാപമെല്ലാം മാറട്ടെ എന്ന് ശ്രീകൃഷ്ണൻ പറയുന്നത്. പുരാണങ്ങളിൽ മിക്ക കഥകളിലും അങ്ങനെയാണ്. എങ്ങനെയാണോ ഒരു ശാപം കിട്ടുന്നത് അതിന്റെ മോക്ഷവും ഏകദേശം അതുപോലെയായിരിക്കും. സോ ഇങ്ങനെയാണ് ഈ ഒരു ശാപം കിട്ടുന്നതും കൽക്കിയുടെ ജനനവും സംഭവിക്കുന്നത്. കൂടാതെ ഈ അശ്വത്ഥാമാവിനെ ഇപ്പുറം കാണിക്കുന്നത് മണ്ണിനടിയിലുള്ള ഒരു കുഴിയിലാണ്, അല്ലെങ്കിൽ ഒരു ഗുഹയിലാണ്. ഇതിന് കാരണമായി എനിക്ക് തോന്നിയതും ഈ അശ്വത്ഥാമാവിന്റെ ജനനമായി പറയുന്നത് കാട്ടിലുള്ള ഒരു ഗുഹയിൽ വെച്ചായിരുന്നു. കൂടാതെ ശ്രീകൃഷ്ണന്റെ ശാപഫലമായി ദേഹത്ത് എപ്പോഴും മുറിവുകളും മറ്റും പറ്റിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ഈ അശ്വത്ഥാമാവിനെ സിനിമയിൽ ദേഹത്ത് മുഴുവൻ തുണികൾ ചുറ്റി വെച്ചുകൊണ്ട് നടക്കുന്നതായി കാണിച്ചത്. ഇനി കൽക്കിയിലേക്ക് വരാം. കൽക്കിയെ പറ്റി പറയുന്നത് 10ാമത്തെ അവതാരമായി വെള്ളക്കുതിരമേൽ സഞ്ചരിക്കുമെന്നെല്ലാമാണ്. സോ ഇതുകൊണ്ടാണ് ശ്രീകൃഷ്ണൻ ഈ ശാപത്തെക്കുറിച്ചും ഈ ഒരു പുനർജന്മത്തെക്കുറിച്ചെല്ലാം പറയുന്ന സമയത്ത് പെട്ടെന്ന് ഒരു വെള്ളക്കുതിര ശ്രീകൃഷ്ണന്റെ പുറകിൽ കൂടി പാസ് ചെയ്യുന്നതായി കാണിച്ചു പോകുന്നത്. ഈ കൽക്കി എന്ന കഥാപാത്രത്തെക്കുറിച്ച് സിനിമയിൽ ഇതുവരെ കാണിച്ചിട്ടില്ല. ദീപിക പദുക്കോൺ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന്റെ വയറ്റിൽ ജനിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ എന്നാണ് കാണിക്കുന്നത്. വരും സിനിമകളിൽ ഈ ഒരു കഥാപാത്രത്തിനായിരിക്കും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഈ കൽക്കി എന്ന കഥാപാത്രം ഉത്തർപ്രദേശിലെ ശംബാൽ എന്ന സ്ഥലത്ത് ജനിക്കും എന്നാണ് വിശ്വസിക്കുന്നത്. സോ ഇതാണ് സിനിമയിലെ ആ ശംബാല എന്ന് പറഞ്ഞ ആ ഒരു മിത്തിക്കൽ സ്ഥലത്തെക്കുറിച്ച് കാണിക്കുന്നത്. ഈ കൽക്കിയുടെ അച്ഛൻ്റെ പേര് വിഷ്ണുവേശാസ് എന്നും അമ്മയുടെ പേര് സുമതി എന്നുമാണ്. ഇതാണ് ദീപിക പദുക്കോണിന്റെ കഥാപാത്രത്തെ അന്നാബെൻ SUMAT എന്ന് പറഞ്ഞ് അവസാനം സുമതി എന്നാക്കുന്നതായി കാണിക്കുന്നത്. ഇനി കലിയിലേക്ക് വരികയാണെങ്കിൽ കമലഹാസനാണ് ചിത്രത്തിൽ കലിയായിട്ട് വന്നിരിക്കുന്നത്. കലിയെ കൊല്ലുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് കൽക്കി അവതരിക്കുന്നത് തന്നെ. കലിയുഗത്തെ പറ്റി പറയുന്ന സമയത്ത് കലിയുള്ള ഈ കാലത്ത് വളരെ മോശമായിട്ടുള്ള കാര്യങ്ങൾ നടക്കും, ഏറ്റവും വലിയ തിന്മകൾ നടക്കും, വ്യഭിചാരം, മോഷണം, അക്രമങ്ങൾ, ഇങ്ങനെ ഏറ്റവും മോശമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്ന കാലത്തെയാണ് കലിയുഗം, കലി ബാധിച്ച യുഗം എന്നെല്ലാം പറയുന്നത്. സിനിമയിലാണെങ്കിൽ പോലും ഇത്തരത്തിൽ വളരെ മോശമായിട്ടുള്ള കാര്യങ്ങൾ, സ്ത്രീകളെ ബലമായി പിടിച്ചുകൊണ്ടുപോയി അവരെ ഗർഭിണികളാക്കി പരീക്ഷണങ്ങൾ നടത്തുക, അക്രമങ്ങൾ നടത്തുക, കുട്ടികളെ പോലും ബന്ദികളാക്കുക, വെള്ളം പോലും ജനങ്ങൾക്ക് കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തിക്കുക എന്നിങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വളരെ മോശമായിട്ടുള്ള ഒരു കലിയുഗം തന്നെയാണ് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്.
കമലഹാസൻ കലിയായിട്ട് മാത്രമല്ല എനിക്ക് തോന്നുന്നു അർജുനന്റെ ഒരു ഷെയ്ഡ് കൊടുത്തിട്ടുണ്ടെന്നാണ്. അതായത് അർജുനന്റെ ആയുധമായിട്ടുള്ള ഗാന്ധീവ കലി എടുത്ത് ഉപയോഗിക്കുന്നതായി കാണിച്ചിട്ടുണ്ട്. അത് കലി എടുക്കുന്ന സമയത്ത് അത് വർക്ക് ചെയ്യുന്നതായിട്ടും മിന്നൽ പോലെയൊക്കെ ആകാശത്തോടെ വരുന്നതായിട്ടെല്ലാം സിനിമയിൽ കാണിച്ചിട്ടുണ്ട്. കൂടാതെ പുരാണങ്ങൾ അനുസരിച്ച് കലി ഒരു ഗന്ധർവനായിരുന്നു എന്നും പിന്നീട് പല ശാപങ്ങളുടെയും ഫലമായിട്ടാണ് ഇങ്ങനെ ഒരു അസുരനായി മാറിയെന്നെല്ലാം പറയുന്നുണ്ട്. സോ അങ്ങനെ ഈ ഗന്ധർവനും ഗാന്ധീവ എന്ന് പറയുന്ന ഈ ആയുധവുമായിട്ടും എന്തെങ്കിലും കണക്ഷൻ ഉണ്ടാകാം. ഇത് മറ്റൊരു അർത്ഥത്തിലുമാകാം. അതായത് ഈ കലിയുടെ നേരെ ഓപ്പോസിറ്റായി ചിത്രത്തിൽ അശ്വത്ഥാമാവ് വരുന്നുണ്ട്. അതുകൂടാതെ കർണൻ എന്ന പ്രഭാസിന്റെ കഥാപാത്രം വരുന്നുണ്ട്. ഇനി ഇതൊന്നും കൂടാതെ കലിയെ കൊല്ലാനായി അവതരിക്കുന്ന കൽക്കി എന്ന കഥാപാത്രം വരാനിരിക്കുന്നതേ ഉള്ളൂ. സോ ഇവരുടെ എല്ലാം കയ്യിൽ പലതരം ആയുധങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഇത്തരം ആളുകളുടെ കയ്യിൽ ആയുധങ്ങൾ ഉള്ളതുകൊണ്ട് അതിന്റെ ഓപ്പോസിറ്റായി നിൽക്കുന്ന കലിയുടെ കയ്യിലും ഒരു ആയുധം വരണമെന്ന് കരുതിയിട്ടായിരിക്കാം. അത്രയും ഇമ്പോർട്ടൻസോടുകൂടി തന്നെ ഒരു ആയുധം കൊണ്ടുവരണമെന്ന് കരുതിയായിരിക്കാം പഴയ പുരാണങ്ങളിലെ ആ കഥ കാണിച്ചപ്പോൾ കർണൻ വേഴ്സസ് അർജുനൻ എന്ന് കാണിച്ചപ്പോൾ അർജുനന്റെ ആയുധം ഇവിടെ കലിയെടുക്കുന്നതായും കാണിച്ചത്. ഇനി പ്രഭാസിന്റെ കഥാപാത്രത്തിലേക്ക് വന്നാൽ പ്രഭാസ് ഇതിൽ കർണനായിട്ടാണ് വരുന്നത്. അതിന്റെ കാര്യങ്ങൾ സിനിമയുടെ അവസാനമാണ് നമ്മളെ കാണിക്കുന്നത്. ഈ കർണൻ എന്ന് പറയുന്നത് ഒരു അഡോപ്റ്റഡ് സൺ ആയിട്ടാണ് വളർന്നു വരുന്നത്. ഇതുപോലെ തന്നെ പ്രഭാസിന്റെ കഥാപാത്രം ഇതിൽ ഭൈരവ എന്നാണ് പേര് പറയുന്നതെങ്കിലും അയാൾ ഒരു അഡോപ്റ്റഡ് സൺ ആണ്. ദുൽഖർ സൽമാന്റെ കഥാപാത്രം എടുത്തു വളർത്തിയതാണ് എന്നെല്ലാം പറയുന്നുണ്ട്. കൂടാതെ കർണൻ ഒരുപാട് നന്മയുള്ള ആളായിരുന്നുവെങ്കിലും വില്ലന്മാരുടെ സൈഡിലാണ്. പാണ്ഡവരും കൗരവരുമായിട്ട് യുദ്ധം നടന്ന സമയത്ത് കൗരവരുടെ സൈഡിലായിരുന്നു, വില്ലന്മാരുടെ സൈഡിലായിരുന്നു കർണൻ ഉണ്ടായിരുന്നത്. ഇതേപോലെ തന്നെയാണ് ഈ പ്രഭാസിന്റെ കഥാപാത്രത്തിനും സിനിമയിൽ ഒരുപാട് നന്മയെല്ലാമുള്ള കഥാപാത്രമാണ് നായകനായിട്ട് വരുന്നതെങ്കിലും ഇയാൾ സിനിമയിൽ കൂടുതലും വില്ലന്മാരുടെ സൈഡിലാണ് നിൽക്കുന്നത്. അവരെ സഹായിക്കുന്നത് പോലെയാണ്. അശ്വത്ഥാമാവിനെ തോൽപ്പിക്കാൻ ശ്രമിക്കുകയും കൽക്കിക്ക് ജന്മം കൊടുക്കാൻ പോകുന്ന സുമതിയെ പിടിച്ചുകൊണ്ട് വില്ലന്മാരുടെ അടുത്തേക്ക് എത്തിക്കാനായി ഈ കഥാപാത്രം പോകുന്നതായിട്ടെല്ലാം കാണിക്കുന്നുണ്ട്. ഇതും കർണനെ പോലെ തന്നെ നന്മയുള്ള ആളാണ്, എന്നാൽ വില്ലന്മാരുടെ സൈഡിൽ പെട്ടുപോവുകയും ചെയ്തു എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. ഇതുകൂടാതെ പ്രഭാസിന്റെ കഥാപാത്രത്തെ കാണിക്കുമ്പോൾ തന്നെ നെഞ്ചിലൊരു ഷീൽഡ് പോലെയുള്ള ഒരു വേഷം കാണിക്കുന്നുണ്ട്. ഇത് കർണന്റെ കവചകുണ്ടലം, അതിലെ ആ കവചത്തെ സൂചിപ്പിക്കുന്നത് പോലെയുള്ള ഒരു വേഷമാണ് സിനിമയിൽ കൊടുത്തിരുന്നത്. കൂടാതെ കർണനെ മഹാഭാരതത്തിലെ മറ്റും ഏറ്റവും വലിയൊരു യോദ്ധാവായിട്ടാണ് പറയുന്നത്. വില്ലന്മാരുടെ സൈഡിലായിരുന്നെങ്കിൽ പോലും വലിയൊരു യോദ്ധാവായിട്ടാണ് കണക്കാക്കുന്നത്. ഇതുപോലെയാണ് ഇതിലെ പ്രഭാസിന്റെ കഥാപാത്രത്തെയും ആരുടെ മുന്നിലും തോറ്റിട്ടില്ല, ഒരു ഫൈറ്റിലും തോറ്റിട്ടില്ലാത്ത പോരാളിയാണ് എന്നുള്ള രീതിയിലെല്ലാം കാണിച്ചത്. കൂടാതെ പുരാണങ്ങളിലെ കഥയനുസരിച്ച് കർണന് ഭൂമിദേവിയുടെ ഒരു ശാപം കാരണം യുദ്ധത്തിനിടയിൽ കർണന്റെ രഥത്തിന്റെ വീല് മണ്ണിൽ പൂണ്ടുപോകുന്നതായി പറയുന്നുണ്ട്. ഇതുപോലെ തന്നെയായിരിക്കാം ചിത്രത്തിൽ അശ്വത്ഥാമാവുമായിട്ടുള്ള ഫൈറ്റിന്റെ ഇടയ്ക്ക് ഒരിക്കൽ പ്രഭാസിന്റെ കാല് മിഷന്റെയോ മറ്റോ ഇടയിൽ പെട്ടുപോകുന്നതായും കുറെ നേരം അവിടെ സ്റ്റക്ക് ചെയ്ത് കിടക്കുന്നതായിട്ടും കാണിച്ചിരുന്നത്. കൂടാതെ കർണന്റെ ആ രഥത്തിന്റെ ഇമ്പോർട്ടൻസോട് കൂടിയായിരിക്കാം ഇതിൽ ഒരു വാഹനം എപ്പോഴും കർണൻ അഥവാ ഭൈരവ എന്ന് പറയുന്ന പ്രഭാസിന്റെ കഥാപാത്രം ഉപയോഗിക്കുന്നതായും കാണിച്ചത്. ഇതുകൂടാതെ കാലഭൈരവൻ ശിവന്റെ ഒരു റെഫറൻസും ഈ ഒരു പ്രഭാസിന്റെ കഥാപാത്രത്തിന് കൊടുത്തിട്ടുണ്ട്. അതായത് പേര് തന്നെ ഭൈരവ എന്നാണ് സൂചിപ്പിക്കുന്നത്. ഈ കാലഭൈരവൻ എന്ന് പറയുന്നത് ബ്രഹ്മാവിന്റെ അഹങ്കാരത്തെ എതിർക്കാനായി തോൽപ്പിക്കാനായി വരുന്ന വ്യക്തിയാണ്. ഇതിനെക്കുറിച്ച് കള എന്ന സിനിമയുടെ ഡീകോഡിംഗ് സമയത്ത് ഞാൻ പറഞ്ഞിരുന്ന കാര്യമാണ്. നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കാണാൻ ശ്രമിക്കുക. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള എൻ്റെ വീഡിയോകളിൽ ഒന്നാണത്. അതുകൂടാതെ സിനിമയുടെ തുടക്കത്തിൽ ഒരു വൃദ്ധന്റെ കയ്യിൽ ചെറിയൊരു വിഗ്രഹത്തിന്റെ രൂപമിരിക്കുകയും ഒരു വില്ലൻ അതെടുത്തുകൊണ്ട് പട്ടിയുടെ പുറത്തിരിക്കുന്ന ദേവനോ ദൈവമോ എന്ന് ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെ പട്ടിയുടെ പുറത്തിരിക്കുന്നതായി കാണിക്കുന്നത് കാലഭൈരവൻ എന്ന ശിവന്റെ അവതാരത്തെയാണ്. ഇതുകൂടാതെ അശ്വത്ഥാമാവ് എന്ന കഥാപാത്രം ശിവന്റെ വലിയൊരു ഭക്തനാണ്. ഇത് അശ്വത്ഥാമാവിനെ ആദ്യമായി കാണിക്കുന്ന സമയത്ത്, വർഷങ്ങൾക്കിപ്പുറം ആദ്യമായി കാണിക്കുന്ന സമയത്ത് അവിടെ ഒരു ശിവലിംഗം ഇരിക്കുന്നതായി കാണിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ കാശി എന്ന സ്ഥലത്താണ് ഈ കാര്യങ്ങളെല്ലാം നടക്കുന്നതായി സിനിമയിൽ കാണിക്കുന്നത്. കാശി എന്നത് പരമശിവന്റെ വലിയ പ്രസിദ്ധമായിട്ടുള്ള ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ്. ഇങ്ങനെ സിനിമയിൽ ശിവന്റെ പല റെഫറൻസുകളും കൊണ്ടുവന്നിട്ടുണ്ട്. സോ ഇനി വരുന്ന സിനിമകളിൽ നമ്മൾ കാണാൻ പോകുന്നത് ഈ അശ്വത്ഥാമാവും കർണനും ഇനി ജനിക്കാൻ പോകുന്ന കൽക്കിയും ചേർന്നുകൊണ്ട് കലിയെ എതിരിടുന്നതായിട്ടായിരിക്കാം. അതല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കർണൻ ഒരുപാട് നന്മയുള്ള ആളായിരുന്നിട്ടും വില്ലന്മാരുടെ സൈഡിൽപ്പെട്ട് മരിക്കുന്നത് പോലെ ഈ പ്രഭാസിന്റെ കഥാപാത്രവും ഒരുപക്ഷെ കുറെ നന്മയൊക്കെ ഉണ്ടെങ്കിലും വില്ലനായിട്ടുള്ള കലിയുടെ സൈഡിലേക്ക് പോകാനും അതിലൂടെ മരണം വരിക്കാനും ചാൻസ് ഉണ്ട്. കൂടാതെ നമ്മൾ ഗൂഗിളിലും മറ്റും സെർച്ച് ചെയ്യുന്ന സമയത്ത് അശ്വത്ഥാമാവിനെ പോലെ തന്നെ 7 ചിരഞ്ജീവികൾ കൽക്കിയുടെ അവതാര പ്രവേശനത്തിനായി കാത്തിരിക്കുന്നു എന്നാണ് കാണാൻ സാധിക്കുന്നത്. അതായത് അശ്വത്ഥാമാവ്, മഹാബലി, ഹനുമാൻ, കൃപാചാര്യർ, വ്യാസൻ, പരശുരാമൻ, വിഭീഷണൻ എന്നിങ്ങനെയാണ് ആ 7 പേർ. സോ ഇനി വരുന്ന സിനിമകളിൽ ഒരുപക്ഷെ ഇത്തരം ആളുകളുടെ റെഫറൻസുകളോ ഒരുപക്ഷെ ഡയറക്റ്റ് ആയിട്ട് അവരെ കാണിക്കുകയോ അതല്ലെങ്കിൽ അവരുടെ റെഫറൻസുകളായിട്ടോ പലരെയും കാണിച്ചു പോകാനും ചാൻസ് ഉണ്ട്. സോ ഈ കാര്യങ്ങളെല്ലാം തന്നെ വരും സിനിമകളിൽ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്.
സിനിമ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പ്രത്യേകിച്ചും അമിതാഭ് ബച്ചന്റെ രംഗങ്ങളും അതിലൂടെ വരുന്ന ഫൈറ്റുകളും എല്ലാം ഗംഭീരമായിരുന്നു. എങ്കിലും സിനിമയിൽ മോശമായിട്ട് തോന്നിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പ്രഭാസിന്റെ കഥാപാത്രത്തെ കാണിച്ചപ്പോഴാണ്. അതായത് പ്രഭാസിന്റെ കഥാപാത്രത്തെ കാണിക്കുമ്പോൾ വരുന്ന ഓവറായിട്ടുള്ള കോമഡി രംഗങ്ങൾ, തുടക്കത്തിലെ ആ ഫൈറ്റിൽ തന്നെ കുറെ ലാഗെല്ലാം കൊടുത്തുകൊണ്ട് കുറെ ഡയലോഗുകളും കോമഡിയെല്ലാം കൊടുത്തുകൊണ്ട് അവതരിപ്പിച്ചതും പ്രഭാസിന്റെ കഥാപാത്രത്തിന്റെ പ്രണയ രംഗങ്ങളും പാട്ടുകളും എല്ലാം കുറച്ച് ബോറായിട്ട് തോന്നിയിട്ടുണ്ട്. ബാക്കി എല്ലാ കാര്യങ്ങളും സിനിമ വളരെ മനോഹരമായി തന്നെ അവർ എടുത്തു വെച്ചിട്ടുണ്ട്. ഇന്ത്യൻ സിനിമയ്ക്ക് മാക്സിമം എത്തരത്തിൽ അവതരിപ്പിക്കാൻ കഴിയുമോ അത്തരത്തിൽ മാക്സിമം അവർ നല്ല രീതിയിൽ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. സോ എന്താണ് ഈ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെന്നും സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും തീർച്ചയായിട്ടും വീഡിയോ കമന്റ് സെക്ഷനിൽ ഉൾപ്പെടുത്തുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കുക. നമുക്ക് അടുത്ത എപ്പിസോഡിലൂടെ കാണാം. അതുവരെ ബൈ.